ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ലെനയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രിതു കൃഷ്ണ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓൾ അബൌട്ട് RRB JEE. അപ്പോൾ RRB JEE എക്സാമിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഒരൊറ്റ വീഡിയോയിൽ വിത്തിൻ 10 മിനിറ്റ്സ് നിങ്ങളുടെ അടുത്ത് എത്താൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഓരോ വീഡിയോസ് കാണുന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ എ ടു സെഡ് കാര്യങ്ങൾ RRB JEE എക്സാമിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് എന്തൊക്കെ നമുക്ക് നോക്കുക, അതായത് ആദ്യത്തെ RRB JEE എക്സാം എന്താണ് അറിയുന്നവരുണ്ടാകും, എന്നാൽ ആദ്യമായിട്ട് അതിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ അതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് വേണം അല്ലെ. അപ്പൊ എന്താണ് RRB JEE എക്സാം എന്ന് നമ്മൾ നോക്കും. പുതിയ അപ്ഡേറ്റ്സുകൾ, ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ നോക്കും. എക്സാം പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ നോക്കും. പിന്നെ എലിജിബിലിറ്റി, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം അതിനൊരു അപ്ലൈ ചെയ്യാൻ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. അതുപോലെ തന്നെ കീ ഡേറ്റ്സ്, ഏതൊക്കെ ഡേറ്റ്സിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ RRB JEE എന്താണ്? RRB JEE എന്ന് പറയുമ്പോൾ RRB JEE stands for എന്താണ്? അതൊരു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ജൂനിയർ എഞ്ചിനീയർ എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം. ജൂനിയർ എഞ്ചിനീയർ അല്ലെ. ഇറ്റ് ഈസ് എ പ്രോമിനന്റ് സെൻട്രൽ ഗവൺമെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ PSC നമുക്കറിയാം സ്റ്റേറ്റ് ലെവൽ ആണെങ്കിൽ സെൻട്രൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ് RRB JEE എന്ന് പറയുന്നത്. ബൈ ദ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ടു ഹയർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിപ്ലോമ ഹോൾഡേഴ്സിനെയാണ് ഹയർ ചെയ്യുന്നത് ഫോർ ടെക്നിക്കൽ ആൻഡ് സൂപ്പർവൈസറി റോൾസ് വിത്തിൻ ഇന്ത്യൻ റെയിൽവേസ്. അതിന്റെ ജോബ് റോൾ എന്ന് പറയുന്നത്, ഇതിന്റെ കോർ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇൻസ്പെക്ടിംഗ് റെയിൽവേ അസിസ്റ്റ്, മാനേജിംഗ് ടെക്നിക്കൽ മെയിൻ്റെനൻസ്, എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്, സൂപ്പർവൈസിംഗ് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് പ്ലാനിംഗ് എഞ്ചിനീയറിംഗ് പ്രൊജക്ട്. ഇതൊക്കെയാണ് ഇതിന്റെ കോർ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? സിവിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് IT, അതായത് ഇൻഫോർമേഷൻ ടെക്നോളജി, ഇവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതില് ദ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് റിലീസ്ഡ്, ഇനി കറന്റ് അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു അപ്ലൈ ചെയ്യേണ്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എത്ര വാക്കൻസീസ് ആണ്? 4098 വാക്കൻസീസ് ആണ്. JEE മാത്രമല്ല, ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്, DMS ഉണ്ട്, അഥവാ ഡിപ്പോർട്സ് മെറ്റീരിയൽ സൂപ്രണ്ട്, അതുപോലെ തന്നെ CMS ഉണ്ട്, CMA കേട്ടോ, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ്. അപ്പൊ 3 വാക്കൻസീസ്, 3 പോസ്റ്റിലേക്കാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 14 ടു സെപ്റ്റംബർ 13 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ കീ ഡേറ്റ്സ് ഏതൊക്കെയാണ്? ഓഗസ്റ്റ് 14, 2026. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ സെപ്റ്റംബർ 13, 2026 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ടോട്ടൽ വാക്കൻസീസ് 4098 വാക്കൻസീസ് ആണ്. JEE ഉണ്ട്, DMS ഉണ്ട്, അതുപോലെ തന്നെ CMA ഉണ്ട്, JEE ജൂനിയർ എഞ്ചിനീയർ, DMS ഡിപ്പോർട്സ് മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് ആണ് CMA എന്ന് പറയുന്നത്. പേ സ്കെയിൽ 6th of the 7th CPC പേ മെട്രിക്സ്, അതായത് ഏകദേശം 35,400 രൂപയായിരിക്കും ഒരു സ്റ്റാർട്ടിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ 7th CPC പേ മെട്രിക്സ്. അപ്പോൾ ഒരു 35,400 രൂപയാണ് സ്റ്റാർട്ടിംഗ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് 18-നും 33 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാണ്ട് പറ്റുക. ഇത് BTech ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെസിഫിക് പോസ്റ്റ്, ഒരു പോസ്റ്റ് ഇപ്പൊ നമുക്കറിയാം CMAയും DMSഉം JEEക്കും റെലവന്റ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി വേണം. CMA ആണെങ്കിൽ BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി വിത്ത് അറ്റ്ലീസ്റ്റ് 40% മാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് വന്നിട്ട് CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെയാണ് അതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ് വന്നിട്ടുള്ളത്. അതിൽ CBT 1നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ നമുക്ക് നോക്കാം. CBT 1 ആക്ട് as a screening and qualifier round. Its marks are not counted towards the final merit list. Duration, അപ്പം ഒരു സ്ക്രീനിങ് ആൻഡ് ക്വാളിഫയിങ് റൗണ്ട് ആണ്, പക്ഷെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഈ ഒരു മാർക്സ് അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള കാര്യം. ഇതിന്റെ ഡ്യൂറേഷൻ 90 മിനിറ്റ് ആണ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ടോട്ടൽ മാർക്സ് 100 മാർക്കാണ്. അതായത് ഒരെണ്ണം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് കിട്ടും, തെറ്റിക്കഴിഞ്ഞാൽ 1/4 -0.334 റോങ് ആൻസർ. അപ്പൊ ഇതിന്റെ സെക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? മാത്സ് ഉണ്ട്,
ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് 30 മാക്സിമം മാർക്സ് 30 25. നമുക്കറിയാലോ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. അപ്പൊ 25 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മാക്സിമം മാർക്സ് 25, ജനറൽ അവയർനെസിന് 15, മാക്സിമം മാർക്ക് 15, ജനറൽ സയൻസിന് 30. അപ്പൊ ഇവിടെയും എന്തായിരിക്കും മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 30 തന്നെയായിരിക്കും. 30 നിങ്ങൾ കാണുന്നില്ല അല്ലെ, അപ്പൊ 30 തന്നെയായിരിക്കും. ഇതിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 30 തന്നെയായിരിക്കും. ഓക്കെ, സോ മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ് ആണ്. പക്ഷെ ഇത് ആർ നോട്ട് കൗണ്ടഡ് ടുവേർഡ്സ് ദ, പക്ഷെ ഇത് ക്വാളിഫൈ ചെയ്യണം, ക്വാളിഫൈങ് റൗണ്ട് ആണ് ഇത്. പക്ഷെ ഇത് ടോട്ടൽ മാർക്സിൽ കൗണ്ട് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് CBT 2 ആണ്. CBT 2 എന്താ പറയുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. CBT 2 ഡിറ്റർമൈൻസ് യുവർ ഫൈനൽ മെറിറ്റ് റാങ്കിങ് ആൻഡ് ഇൻക്ലൂഡ്സ് ഡിസിപ്ലിൻ സ്പെസിഫിക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്. ഡ്യൂറേഷൻ 120 മിനിറ്റ് ആണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 150 MCQs ആണുള്ളത്. plus 1 mark per correct answer and minus 0.334 wrong answer. അപ്പോൾ number of questions എന്ന് പറയുന്നത് 100 ആണ്, മാക്സിമം മാർക്സ് 100 ആണ്. ജനറൽ അവയർനെസ്സിന് 15, മാക്സിമം മാർക്ക് 15 ആണ്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് 15, ഇതിന് മാക്സിമം മാർക്ക് 15 ആണ്. അപ്പൊ ഇവിടെ നിന്നാണ് എന്ത് 50 മാർക്ക് വരുന്നത് അല്ലെ, 25, 30, 40 അല്ലെ. സോ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ബാക്കിയുള്ള 50 മാർക്സ് വരുന്നത്. 100 മാർക്ക് ടെക്നിക്കൽ, സ്ട്രീം സ്പെസിഫിക് ആയിരിക്കും, ഏത് സ്ട്രീം ആണോ പഠിച്ചത് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ 100. അതിനായിരിക്കും 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 50 എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എൻവയോൺമെന്റൽ ആൻഡ് പൊല്യൂഷൻ. സോ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻസ് ആണ്. ഇതന്നെയാണ് ഈ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 10 തന്നെയാണ് കേട്ടോ, അറിയാലോ അത്. ഓക്കെ, ഇനി അപ്പൊ ഇതാണ് സ്റ്റേജ് 1, സ്റ്റേജ് 2. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് പറയേണ്ട കാര്യങ്ങൾ, എത്ര വാക്കൻസീസ് ഉണ്ട്, 4098 വാക്കൻസീസ്, ഏതൊക്കെ പോസ്റ്റ് ആണ് JEE, DMS, അതുപോലെ തന്നെ CMA പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ JEEയും DMSനും അപ്ലൈ ചെയ്യുന്നവർക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്രോപ്രിയേറ്റ് സ്ട്രീം സിവിൽ മെക്ക, അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് BSc ഫിസിക്സ് ഓർ കെമിസ്ട്രി വിത്ത് അപ്രോക്സിമേറ്റ് 40% മാർക്സ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വേറെ കാര്യങ്ങൾ, ഓഗസ്റ്റ് 14 സ്റ്റാർട്ട് ചെയ്യും, സെപ്റ്റംബർ 13 എൻഡ് ചെയ്യും. സാലറി 35,000 പ്ലസ് ആണ്, സാലറി 35K പ്ലസ് ആണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് കേട്ടോ. സോ ഇതൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.